സജി മഞ്ഞക്കടമ്പിൽ എൻഡിഎയിലേക്ക്. കോട്ടയം ജില്ലാ UDF സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ NDA മുന്നണിയുടെ ഭാഗമാകും. പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് നീക്കം. കേരള കോൺഗ്രസ് എന്ന പേരിലായിരിക്കും പുതിയ പാർട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളപ്പള്ളിക്ക് പിന്തുണ പ്രഖ്യാപിക്കും. UDFിലേക്ക് പോകില്ലെന്നും പുതിയ പാർട്ടി ഉണ്ടാക്കില്ലെന്നുമാണ് സജി മഞ്ഞക്കടമ്പിൽ നേരത്തെ പറഞ്ഞത്. NDA പ്രവേശനം സംബന്ധിച്ച് ഇന്ന് കോട്ടയത്ത് ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം. മോൻസ് ജോസഫ് MLAയുടെ പ്രവർത്തന രീതിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചായിരുന്നു സജിയുടെ രാജി. പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് ഒഴിവാക്കി. ലോക്സഭാ സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നും സജി ആരോപിച്ചിരുന്നു. രാജിവെച്ചതിന് പിന്നാലെ അനുനയ ചർച്ചകളിൽ ഫലം കിട്ടാത്തതിനെ തുടർന്ന് സജിയുമായി ഇനി ചർച്ച വേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. മോൻസ് ജോസഫ് നേതൃത്വം നൽകുന്ന പാർട്ടിയിൽ താൻ സുരക്ഷിതനല്ലെന്ന് ആവർത്തിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ രാജി. ചെമ്മീൻ കറി കഴിച്ചതിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥത. യുവാവിന് ദാരുണാന്ത്യം. എറണാകുളം നീറിക്കോട് കളത്തിപ്പറമ്പിൽ സിബിൻദാസാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. ഭക്ഷണത്തിനൊപ്പം ചെമ്മീൻ കറി കഴിച്ചതിന് പിന്നാലെ സിബിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ വാരാപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിക്കുകയായിരുന്നു. മരണകാരണം സ്ഥിരീകരിക്കാൻ ആന്തര അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതായി പോലീസ് പറഞ്ഞു. എഞ്ചിൻ ഓയിലിന്റെ വിതരണക്കാരനായിരുന്നു സിബിൻ. സംസ്കാരം നാളെ രാവിലെ വീട്ടുവളപ്പിൽ നടക്കും. കഴിഞ്ഞ ആഴ്ചയും ചെമ്മീൻ കറി കഴിച്ചതിനെ തുടർന്ന് പാലക്കാട് 20 വയസ്സുള്ള പെൺകുട്ടി മരിച്ചിരുന്നു. കറണ്ടില്ലാത്തതിനാൽ ആലപ്പുഴയിലെ SSLC മൂല്യനിർണ്ണയ ക്യാമ്പ് ബഹിഷ്കരിച്ച് അധ്യാപകർ. ആലപ്പുഴ സെന്റ് ആന്റണി സ്കൂളിൽ പ്രവർത്തിക്കുന്ന SSLC മൂല്യനിർണ്ണയ ക്യാമ്പിലാണ് അധ്യാപകരുടെ പ്രതിഷേധം. കടുത്ത വേനൽ ചൂടുള്ളതിനാൽ കറണ്ടില്ലാത്ത സാഹചര്യത്തിൽ ഉത്തരക്കടലാസ് നോക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. അധ്യാപകർ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങി നിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. തുടർച്ചയായി ഇത് 3-ാം ദിവസമാണ് ഇവിടെ കറണ്ട് ഇല്ലാതായതെന്നും അധ്യാപകർ പറഞ്ഞു. ഈ മാസം 3-നാണ് ബയോളജി, കെമിസ്ട്രി വിഷയങ്ങളുടെ മൂല്യനിർണ്ണയ ക്യാമ്പ് ഈ സ്കൂളിൽ തുടങ്ങിയത്. മിക്ക ദിവസവും ഇവിടെ കറണ്ടില്ല. കഴിഞ്ഞ 3 ദിവസമായി രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ കറണ്ട് കിട്ടുന്നില്ല. കടുത്ത വേനലിൽ കറണ്ടില്ലാത്തത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണ് ക്യാമ്പ് ബഹിഷ്കരണത്തിലേക്ക് നയിച്ചതെന്നും അധ്യാപകർ പറഞ്ഞു. ഇലക്ട്രിക് ലൈനുകൾ മാറ്റുന്ന ജോലി നടക്കുന്നതിനാലാണ് വൈദ്യുതി മുടങ്ങാൻ കാരണം. എന്നാൽ ബദൽ സംവിധാനം ഒരുക്കേണ്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അത് ചെയ്യുന്നില്ല എന്നാണ് അധ്യാപകരുടെ പരാതി. കുടുംബസ്വത്ത് എഴുതി നൽകിയില്ല. യുവതിയുടെ മുഖത്തും വായിലും മുളകുപൊടി വിതറി കാമുകൻ. ഇയാൾ അറസ്റ്റിൽ. കുടുംബസ്വത്ത് എഴുതി നൽകാത്തതിന് പെൺകുട്ടിയെ പീഡിപ്പിച്ച കാമുകൻ അറസ്റ്റിൽ. സ്വത്തുക്കൾ നൽകാത്തതിന്റെ ദേഷ്യത്തിൽ പെൺകുട്ടിയുടെ മുഖത്തും വായിലും ഇയാൾ മുളകുപൊടി വിതറുകയായിരുന്നു. ഇയാൾ പെൺകുട്ടിയുടെ വായിൽ മുളകുപൊടി ഇട്ടതിനു ശേഷം വാ അടച്ചു പിടിക്കുകയും ചെയ്തു. മധ്യപ്രദേശ് ഗുണ സ്വദേശിയാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയുടെ അയൽവാസിയായിരുന്നു ഗുണ. ഇരുവരും 2 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുടെ അമ്മയുടെ പേരിലുള്ള സ്ഥലമായിരുന്നു പ്രതി നോട്ടമിട്ടിരുന്നത്. എന്നാൽ ഇത് കൊടുക്കാൻ പെൺകുട്ടി നിരസിച്ചതിനെ തുടർന്നാണ് പ്രതി ആക്രമണം നടത്തിയത്. വിദ്യാർത്ഥിനിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു. ചെങ്ങന്നൂരിൽ 5 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ചെങ്ങന്നൂരിൽ ITA വിദ്യാർത്ഥിനിയുടെ ചിത്രം മോർഫ് ചെയ്ത് പരസ്പരം കൈമാറിയെന്ന കേസിൽ 5 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗവൺമെന്റ് ITA വിദ്യാർത്ഥിനിയുടെ ചിത്രമാണ് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്. ഹോർട്ടിക്കൾച്ചർ 1-ാം വർഷ വിദ്യാർത്ഥികളായ കോഴഞ്ചേരി സ്വദേശി നന്ദു, പെണ്ണുക്കര സ്വദേശി ആദർശ് മധു, കൊല്ലം പോരുവഴി സ്വദേശി അമൽ രഘു, നെടുമുടി സ്വദേശി അജിത് പ്രസാദ്, കൈനഗിരി സ്വദേശി അതുൽ ഷാബു എന്നിവരാണ് അറസ്റ്റിലായത്. 1-ാം പ്രതി നന്ദു പെൺകുട്ടിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇന്റർനെറ്റിൽ നിന്നെടുത്ത നഗ്നചിത്രവുമായി ചേർത്ത് മോർഫ് ചെയ്ത് 2-ാം പ്രതിക്ക് കൈമാറി. തുടർന്ന് മറ്റുള്ളവർക്ക് കൈമാറുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ പെൺകുട്ടി പ്രിൻസിപ്പൽ മുഖാന്തരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ മാവേലിക്കര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു.